പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വമെടുക്കട്ടെ. നല്ല ഒരു പകൽക്കാലം കൂടെ സർവശക്തനായ ദൈവം നമ്മൾക്ക് അനുഗ്രഹിച്ചു തന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം ഈ ദിവസങ്ങളിലെല്ലാം ഭയപ്പെടുത്തുന്നതായ ന്യൂസുകളാണ് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾക്ക് ഇതൊന്നും കാണുമ്പോൾ ഭയവും പേടിയുമില്ല. പിന്നെ ഇതെല്ലാം കാണുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചൊരു വിഷമം ഒരു കാര്യത്തിലുണ്ട്. ഇത്രയെല്ലാം വിനാശങ്ങൾ ലോകത്ത് നടന്നിട്ടും ജനം ദൈവത്തിലേക്ക് തിരിയുന്നില്ലല്ലോ എന്ന ഒരു വിഷമം. ദൈവം ഹൃദയം തുറക്കാതെ തിരിയാൻ കഴിയില്ല. സ്വമേധയാ ഹൃദയം അടച്ചു വെച്ചവരും ഉണ്ട്. സത്യം കേട്ടിട്ടും അത് സ്വീകരിക്കാതെ അതിനോട് മുഖം തിരിക്കുന്നവരും ഈ നാളുകളിൽ ഞങ്ങൾ കണ്ടുമുട്ടി. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ന്യൂസ് കാണുകയും കേൾക്കുകയും ലോകവിവരങ്ങൾ അറിയുകയും ചെയ്യുന്നത് നിങ്ങളാണ്. ഞങ്ങൾക്കതിന് സമയം തികയാറില്ല. വല്ലപ്പോഴും എങ്ങാനും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടതിനൊന്ന് ന്യൂസ് കാണുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയാനകമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും ഒരുപോലെ. ആ നാളുകളിൽ യുദ്ധവും യുദ്ധക്കെടുതികളും ഭൂകമ്പങ്ങളും ജാതി ജാതിയോടും രാജ്യം രാജ്യത്തിനോടും യേശു പറഞ്ഞ ഒരടയാളം, രണ്ട് അത്തി തളിർക്കും യേശു പറഞ്ഞ മറ്റൊരടയാളം, അനേകരുടെ സ്നേഹം തണുത്തുപോകും യേശു പറഞ്ഞ അടുത്ത അടയാളം, ഞാൻ ഭൂമിയിൽ ഇനി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ അടുത്ത അടയാളം. ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണരുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്ന കാലഘട്ടമാണിത്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു ഇരുട്ട് ലോകത്തിൻ്റെ മേൽ വരാൻ പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പകലുള്ളിടത്തോളം നാൾ നാം പ്രവർത്തിക്കേണ്ടതല്ലയോ എന്ന് യേശു പറയുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു ഭയാനകമായ ഇരുട്ട് വരാൻ പോകുന്നു. അതിൻ്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം. ഒരുപക്ഷെ നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ പോലും ബൈബിൾ ക്ലാസ് കേൾക്കാനോ യഥാർത്ഥ ദൈവസഭയിലെത്താനോ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്ന ദിവസം, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന ഈ ദിവസം, ഇത് നിങ്ങളുടെ ദിവസമാണ്. പ്രിയ സഹോദരങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ വളരെ സുരക്ഷിതരാണെന്ന് നിങ്ങളുടെ സാമ്പത്തികവും ആരോഗ്യവും വസ്തുവകകളും നിങ്ങളുടെ ഈ ലോകത്തിലെ അധികാരങ്ങളും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കൊരുപക്ഷെ സ്വയം പറയാൻ കഴിയും, ഇതൊന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും ബാധിക്കില്ല എന്ന്. അങ്ങനെ പറഞ്ഞിരുന്നവർ തന്നെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഭൂമിയിൽ നിന്ന് അതിദാരുണ്യമായി നീക്കപ്പെട്ടത്. അങ്ങനെ പറഞ്ഞിരുന്ന അനേക കുടുംബങ്ങളിലാണ് ഇന്ന് വിനാശകരമായ, നമ്മൾക്ക് കേൾക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അധർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്ന ദിവസം കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പാവങ്ങളെ കഴുകിക്കളഞ്ഞ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ആരംഭത്തിലെ സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരുവെഴുത്തിൽ നിന്ന് 1-2 വചനങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 28 മുതലുള്ള ചില വചനങ്ങൾ താഴോട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെയും മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടൻ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെയും
സ്വന്തം രക്തം കൊടുത്താണ് ദൈവസഭയെ സമ്പാദിച്ചിരിക്കുന്നതും ഇടയന്മാരെയും സമ്പാദിച്ചിരിക്കുന്നത്. അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോസ്തലൻ. അതായത് പൗലോസ് കൃത്യമായി പറയുകയാണ്, നിങ്ങളെ തന്നെയും, അതായത് ആദ്യം ഒരു ശുശ്രൂഷകൻ തന്നെ സൂക്ഷിക്കുവാൻ, തന്നെ വചനത്തിൽ നിലനിർത്തുവാൻ, തന്നെ യേശുവിൻ്റെ കൽപ്പന പാലിക്കുവാൻ, അപ്പോസ്തലന്മാരുടെ ഉപദേശം ഏറ്റെടുക്കുവാൻ, അവരുടെ കൂട്ടായ്മ ആചരിക്കുവാൻ പ്രാപ്തനാക്കിക്കൊണ്ട് തൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ആട്ടിൻകൂട്ടത്തെ, അതായത് ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇതിന് പ്രാപ്തിയില്ലാത്ത ആരും സ്വയമേ ഇടയന്മാരാകരുത്. ഇന്ന് ലോകത്ത് നാം കണ്ടുവരുന്ന ഏറ്റവും വിനാശകരമായ ഒരു പ്രവണത, ആരും അധ്യക്ഷന്മാരാക്കി വെക്കാതെ സ്വമേധയാ അധ്യക്ഷന്മാരായി രംഗപ്രവേശനം ചെയ്ത അനേക ആളുകളുണ്ട്. അവരെ തിരുവെഴുത്ത് വിളിക്കുന്ന പേരാണ് കൊടിയ ചെന്നായക്കൾ. ഞങ്ങൾ വിളിക്കുന്ന പേരല്ല പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നതല്ല. തിരുവെഴുത്ത് അങ്ങനെയാ വിളിക്കുന്നത്, കൊടിയ ചെന്നായക്കൾ. സാധാരണ ചെന്നായക്കളല്ല അവര്, കൊടിയ ചെന്നായക്കൾ. അവരെ സൂക്ഷിച്ചു കൊള്ളാൻ അപ്പോസ്തലന്മാർ പ്രബോധിപ്പിക്കുകയാണ്. തൻ്റെ രക്തം കൊടുത്ത് വാങ്ങിയ ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ ദൈവമാണ് ഇടയന്മാരെ നിയമിക്കുക. ഇന്ന് മനുഷ്യൻ നിയമിക്കുന്ന ഇടയന്മാർ അനേകരുണ്ട്. അത് ദൈവത്തിൻ്റെ ഇടയന്മാരല്ല. അവർക്ക് ആടുകളെ കുറിച്ചൊരു വിചാരവുമില്ല. അവർക്ക് ആടുകളെ ചെന്നായ പിടിച്ചാലും പുലി പിടിച്ചാലും അല്ലാതെ ചത്താലും എങ്ങനെ സംഭവിച്ചാലും അത് അവരെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം അവരതിനു വേണ്ടി ഒന്നും മുടക്കിയിട്ടില്ല. പിന്നെ അവരെ ആരും ഈ ഇടയന്മാരാക്കി വെച്ചിട്ടുമില്ല. അവർ സ്വമേധയാ ഇടയന്മാരായി മാറുകയാണ്. അല്ലെങ്കിൽ ആരോ മാറ്റിയതാണ്, ദൈവം മാറ്റിയതല്ല. ദൈവം മാറ്റിയതാണെങ്കിൽ ആടുകളെക്കുറിച്ചൊരു വേദനയുണ്ടാവും, ആടുകളെക്കുറിച്ചൊരു കരുതലുണ്ടാവും. ആടുകൾക്ക് വേണ്ടി മുഴങ്കാലുമടക്കും. ആടുകൾക്ക് കൊടുക്കേണ്ടത് എന്തെന്ന് തിരുവെഴുത്തിൽ പരിശോധിക്കും. വഴിക്ക് കാണുന്ന കണ്ടച്ചപ്പും പുല്ലും വൈക്കോലും ഒക്കെ അരിഞ്ഞു കൊടുത്ത് ഇതെല്ലാം ഇന്ന് മത്ത് പിടിച്ച മാതിരി പകുതി ചത്തും പകുതി ചാകാതെയും ചിലത് പൂർണ്ണമായും ചത്തും അങ്ങനെ ആയി തീർന്നു, അല്ലെങ്കിൽ ആക്കി തീർത്തു. ഇവിടെയാ ദൈവത്തിൻ്റെ സഭ ഏതെന്ന് നാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ദൈവസഭയിൽ കൃത്യമായി ദൈവം അധ്യക്ഷന്മാരാക്കി വെച്ചിട്ടുണ്ട്. ഈ ആടുകളെ മേപ്പാൻ പ്രാപ്തരായവരെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കി. അപ്പൊ ദൈവം പ്രാപ്തരാക്കണം. ഈ ഭൂമിയിൽ ആരെങ്കിലും പ്രാപ്തരാക്കിയാൽ നമ്മൾ പ്രാപ്തരാകില്ല. ദൈവം പ്രാപ്തരാക്കണം, ദൈവം തിരഞ്ഞെടുക്കണം, ദൈവം വിളിച്ച് വേർതിരിക്കണം, ദൈവം അധികാരങ്ങൾ തരണം. അല്ലാത്തവരാരും, ഇത് കയ്യിലെടുത്ത എല്ലാവർക്കും പൊള്ളിയല്ലോ. അപ്പം തിന്നുപോലെ ജനത്തെ തിന്നുമുടിച്ച കള്ളപ്രവാചകന്മാർ ഈ നാളുകളിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ അവരാരാന്ന് മനസ്സിലാക്കി. എന്നാലും ജനം പഠിക്കില്ല. ജനം പിന്നെയും ഈ കള്ളപ്രവാചകന്മാരുടെ പിന്നാലെ തന്നെ ഓടുകയാണ്. നമ്മൾ കണ്ടു ഒത്തിരി ആളുകളെ ഈ നാളുകളിൽ. ബലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറഞ്ഞതുപോലെ ബലത്തിൽ നിന്ന് തന്നെ നമ്മൾ വൃക്ഷത്തെ അറിഞ്ഞു, എന്നിട്ടും പഠിക്കില്ല. വീണ്ടും നമ്മൾ കാഞ്ഞിരപ്പഴം തന്നെ തേടി നടക്കുകയാണ്. കാഞ്ഞിരത്തിന്റെ പഴം തന്നെ തേടി നടക്കുന്ന ജനം. പ്രിയ സഹോദരങ്ങളെ, തിരുവെഴുത്ത് അറിയാത്തത് കൊണ്ടല്ലയോ നിങ്ങൾ തെറ്റിപ്പോകുന്നത്? വചനം അറിയാത്തത് കൊണ്ടല്ലയോ നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പറയുക പൗലോസ് അതിൻ്റെ 29 ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായക്കൾ
നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. പൗലോസിന് ഈ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോസ് കർശനമായി കൽപ്പനയായിട്ട് സഭയോട് ചില കാര്യങ്ങൾ പറയുന്നത്. തനിക്ക് ശേഷമുള്ള സഭയെ നയിക്കാൻ നിയുക്തരായ ദൈവം നിയമിച്ചിട്ടുള്ള ശിഷ്യന്മാർക്ക് പൗലോസ് ഒരു കൽപ്പന രൂപേണ കൊടുക്കുക തന്നെയാണ്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ഈ കൊടിയ ചെന്നായക്കളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, കൊടിയ ചെന്നായക്കളാണ്. അവരെ കണ്ടാൽ നിങ്ങൾക്ക് കുഞ്ഞാടിനെ പോലെയൊക്കെ തോന്നും, പക്ഷെ അവർ കൊടിയ ചെന്നായക്കളാണ്. അവരുടെ തൊണ്ടയിൽ സർപ്പവിഷമുണ്ട്. ഹല്ലേലൂയ. അവരാൽ മേയ്ക്കപ്പെടുന്നവർ അവരെ നിയോഗിച്ച ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ അവരെ എവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവിടേക്കായിരിക്കും അവരെ അനുഗമിക്കുന്നവരും എത്തപ്പെടുക എന്ന് മറന്നു പോകരുത്. ഈ കൊടിയ ചെന്നായക്കൾ ഈ ആടുകളെ മുഴുവൻ ഇവര് തന്നെ ചോര കുടിക്കുകയാണ്. ഇത്തരം കൊടിയ ചെന്നായക്കളുടെ അടുത്ത് അകപ്പെട്ട അനേകര് ഞങ്ങളുമായി ഈ നാളുകളെല്ലാം ഫോണിൽ ബന്ധപ്പെട്ടു, നേരിട്ട് കണ്ടു. അനേകരുടെ വീടുകളിൽ ഞങ്ങളിൽ പോയി. 10-20 വർഷമായി കൊടിയ ചെന്നായക്കൾ ഇവരുടെ ചോരയും ഇവരുടെ സമ്പത്ത് ഇവരുടെ സകലതും ഊറ്റി കുടിച്ചു. എന്നിട്ടും ഈ ജനം അറിയുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ടും ജനം ഈ ചെന്നായനെ വിട്ടു അടുത്ത ചെന്നായുടെ അടുത്തേക്ക് പോവുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വാ, യേശുവിൻ്റെ അടുക്കിലേക്ക് വാ, യേശുവിൻ്റെ വചനത്തിലേക്ക് വാ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് വാ, അപ്പോസ്തല കൂട്ടായ്മയിലേക്ക് വാ. വീണ്ടും വീണ്ടും ചെന്നായക്കളെ നിങ്ങൾ മാറിയത് കൊണ്ട് കാര്യമില്ല. ചെന്നായി എന്നും ചെന്നായ തന്നെയാണ്. അതിന്റെ 30 തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ച് കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്ത് കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. എത്ര തെളിവായാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൗലോസ് 3 വർഷം ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് 3 വർഷം ബുദ്ധി ഉപദേശിച്ചു എന്നാ പറയുന്നത്. 3 വർഷം ബുദ്ധി ഉപദേശിച്ചിട്ട് ഒന്നും ഗ്രഹിക്കാത്ത, ഹല്ലേലൂയ, പൗലോസിന്റെ വേദന കൊണ്ട് പറയുകയാണ്. താൻ 1-2 ദിവസമല്ല 3 വർഷമാണ് അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചത്, ബുദ്ധി ഉപദേശിച്ചത്, വചനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ചത്, യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചത്, സഭയുടെ അടിസ്ഥാന ഉപദേശം പഠിപ്പിച്ചത്, സഭയുടെ ഭരണഘടന എന്തെന്ന് അവർക്ക് ബോധം വരുത്തി കൊടുത്തത്. അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഈ കൊടിയ ചെന്നായകൾ, കള്ള സഹോദരങ്ങൾ വിപരീതോപദേശവുമായി. ഇത് അപ്പോസ്തലന്മാർ ഇത് എഴുതുന്ന കാലഘട്ടങ്ങളിൽ വിപരീത ഉപദേശം ആരംഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ എന്ത് എഴുതിയോ എന്ത് പഠിപ്പിച്ചോ അവർ എന്ത് പഠിച്ചോ അത് തന്നെയാണ് ഞങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. വർഷങ്ങളായിട്ട് ഈ വിപരീത ഉപദേശം കേട്ട് അതിൽ തഴക്കവും അതിൽ രസവും വന്ന ആളുകൾ, അതിൽ ഇഷ്ടവും വന്ന ആളുകൾ ഇപ്പൊ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അവർ ഇതാണ് വിപരീത ഉപദേശമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഈ കള്ള പ്രവാചകന്മാർ, ഈ കൊടിയ ചെന്നായ്ക്കൾ അങ്ങനെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് വ്യാജം പറയില്ല, പരിശുദ്ധാത്മാവ് വ്യാജം പറയില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ തിരുവെഴുത്ത് പരിശോധിക്കുക, അപ്പോൾ തെറ്റിപ്പോകില്ല. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, സത്യത്തിൽ നിന്ന് സത്യത്തിലേക്കാണ്.
കീഴോട്ടല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മെ കൂടുതൽ 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 സത്യങ്ങളിലേക്കാണ് വഴി നടത്തുക. പരിശുദ്ധാത്മാവെന്ന കാര്യത്തിന് അതിനെയാണ് തന്നിട്ടുള്ളത്. ഇന്ന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഇവിടെ വന്നിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ ചെയ്യുന്നത് എന്തൊക്കെയോ ആണ്. ഭരതനാട്യം, കുച്ചിപ്പിടിയും കുമ്മാട്ടിക്കളിയും ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് വന്നിട്ട് ബ്രേക്ക് ഡാൻസ് ഒക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവ് പോയിട്ട് സാത്താന്റെ ആത്മാവ് പോലും അത് ചെയ്യുമെന്ന് സംശയ. അവന് ഏതാത്മാവായത്? പ്രിയപ്പെട്ടവരെ, ഇത് കണ്ട് സാത്താൻ പോലും പരിഹസിക്കുന്നുണ്ടാവും. ഇത് അവന്റെ ട്രെയിനിങ് കോളേജിൽ നിന്ന് വന്നതാണ്. ഇത് പരിശുദ്ധാത്മാവല്ല. ഇത് തിരിച്ചറിയുവാൻ ജനത്തിന് ബോധമുണ്ടാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരുവെഴുത്ത് പരിശോധിക്കുക. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2 തിമോഥെയോസ് 4:1 മുതൽ ചില വചനങ്ങൾ വായിക്കുവാൻ, ഇതിനോട് ബന്ധപ്പെട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 4:1 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ ആ ലേഖനം പൂർണ്ണമായിട്ടും വായിച്ചാൽ വളരെ നന്നായിരിക്കും. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഇവിടെ പൗലോസ് അല്പം കടുപ്പത്തിലാണ് ഈ പദം ഉപയോഗിക്കുന്നത്. പൗലോസ് പറയുന്നത് ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നു. പൗലോസ് അങ്ങനെ കൽപ്പിക്കാൻ കാര്യമുണ്ട്. പൗലോസിനെ കൃത്യമായി അറിയാം, തനിക്ക് ശേഷം കൊടിയ ചെന്നായ്ക്കൾ കടന്നു വരുമെന്ന്, വെള്ളപൂശിയ കുഴിമാടങ്ങൾ കടന്നു വരുമെന്ന്, വെളിച്ചദൂതിന്റെ വേഷം കെട്ടിയ സാത്താന്റെ പ്രവാചകന്മാർ വരുമെന്ന് പൗലോസിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോസ് ഒരല്പം കടുപ്പമായി തന്നെ ഒരു കൽപ്പന കൊടുക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഈ കൽപ്പന കൊടുക്കാൻ പൗലോസിന് അവകാശമുണ്ട്. പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ പകരം കൊടുത്തവനാ. തൻ്റെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ചതാ. അങ്ങനെ യേശുവിന്റെ കൽപ്പന പ്രകാരം ജീവിച്ച അപ്പോസ്തലനാ. അതുകൊണ്ട് പൗലോസിന് ഇത് പറയുവാൻ അവകാശമുണ്ട്. ഇന്നത്തെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് വേഷം കെട്ടി ധരിച്ച് നടക്കുന്നവർക്ക് ഇത് പറയാൻ അവകാശവുമില്ല, അധികാരവുമില്ല, പറയേണ്ട ആവശ്യവുമില്ല. കാരണം അവർക്ക് ഈ ജനത്തെക്കുറിച്ച് യാതൊരു വിചാരവുമില്ല. അവർ ജനത്തിൻ്റെ ജീവനോ ആത്മരക്ഷയോ നിത്യതയോ 1000 ആണ്ട് വാഴ്ചയോ അല്ല അവരുടെ സബ്ജക്റ്റ്. അവരുടെ സബ്ജക്റ്റ് ഈ ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞ് ജനത്തിന്റെ പോക്കറ്റ് അടിച്ചു മാറ്റുന്ന പണിയാണ് അവരേറ്റെടുത്തിരിക്കുന്നത്. ജനത്തെ ചൂഷണം ചെയ്ത് കോടികൾ കുമിച്ചുകൂട്ടി ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ ജീവിച്ച് സാത്താനുമായി ഉടമ്പടി ചെയ്ത് സാത്താന്റെ നച്ചാരം വാങ്ങി അവനോടുകൂടെ അവന്റെ അടുക്കിലേക്ക് നിങ്ങളെ എത്തിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്ത് ഇറങ്ങിയവരാണ്. അവർക്ക് ജനത്തെക്കുറിച്ച് യാതൊരുവിധ വിചാരവും ഉണ്ടാകില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസിന് ഇത്ര എരിവുണ്ടായത്. പൗലോസ് ഇങ്ങനെ ആധികാരികമായ ഒരു കൽപ്പന തിമോഥെയോസിനോട് പറയാനും കാരണം, എഴുതാനും കാരണം, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾക്ക് ബോധ്യമുണ്ടാകട്ടെ, നമ്മൾക്കൊരു തിരിച്ചറിവുണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സത്യം രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ഇത് വളരെ പ്രാധാന്യമാണ്. വചനം പ്രസംഗിക്കുക, അത് ഏത് സമയത്തും വചനം പ്രസംഗിക്കാൻ ഒരുങ്ങി നിൽക്കുകയും കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാനും ഒരുങ്ങി നിൽക്കുക എന്നതാണ് ഇതിൻ്റെ പൂർണ്ണ അർത്ഥം.
വചനം പ്രസംഗിക്കാൻ മാത്രമല്ല തിമോഥെയോസിനോട് ഒരുങ്ങി നിൽക്കാൻ പറയുന്നത്. കർത്താവിൻ്റെ വരവ് എപ്പോൾ എന്ന് അറിഞ്ഞുകൂടാ മകനെ. അതുകൊണ്ട് നീ വചനം പ്രസംഗിക്കുന്നവനായി മാത്രം നിന്നാ പോരാ, നീ അത് ഏറ്റെടുത്ത് നിന്റെ ജീവിതം അങ്ങനെയാക്കി മാറ്റി, ഞാൻ എൻ്റെ ഓട്ടം തികച്ച് ഞാൻ വിശ്വാസം കാത്ത് നല്ലപോലെ പൊരുതി എന്ന് അവകാശപ്പെടാൻ പ്രാഗൽഭ്യനായി മാറിയതുപോലെ നീയും അങ്ങനെ മാറണമെന്ന് പൗലോസ് തിമോഥെയോസിന് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇന്ന് അനേകർ അങ്ങനെയാണല്ലോ. അവര് വചനം പഠിപ്പിക്കും, പക്ഷെ ജീവിതത്തിൽ പഠിക്കില്ല. അവരുടെ ജീവിതത്തിൽ ഒന്നും നടപ്പാക്കില്ല. അവർ അനേകരെ ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഉപദേശിക്കും. ഇന്നത്തെ ഉപദേശം കൂടുതലും സഭ പണിയണം, വലിയ കെട്ടിടം വേണം, AC വേണം, സഭയ്ക്ക് പുതിയ സംഭവങ്ങൾ വേണം. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ കെട്ടിടം വലുതാക്കണം, അതിനുവേണ്ടി കോടികൾ ഇടണം, 1 മാസത്തെ ശമ്പളം മാറ്റിവെക്കണം, നിങ്ങളുടെ വീടും പറമ്പും വിറ്റുകൊണ്ട് തന്നോ, ഞാനും എൻ്റെ കുടുംബവും സുഖമായി ജീവിച്ചോളാം, ഞാനും എൻ്റെ കുടുംബവും സുഖമായി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പഠിപ്പിക്കുന്ന കള്ള ഉപദേഷ്ടാക്കന്മാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതല്ലായിരുന്നു പൗലോസ് തിമോഥെയോസിനോട് പഠിപ്പിച്ചത്, പറഞ്ഞത്. സമയത്തും അസമയത്തും നീ ഒരുങ്ങി ഇരിക്കുക. എന്തിനാ ഒരുങ്ങിയിരിക്കുന്നേ? കർത്താവ് എപ്പോൾ വന്നാലും കുഞ്ഞെ നീ എടുക്കപ്പെടണമേ. ഇതായിരുന്നു പൗലോസിന് തിമോഥെയോസിനോട് പറയാനുണ്ടായിരുന്നത്. ഇതാ ഇന്ന് ഞങ്ങൾക്കും ലോകത്തെ നോക്കി പറയാനുള്ളത്. ഈ ലോകവും ഇതിൻ്റെ സുഖങ്ങളും ഇതിൻ്റെ മോഹങ്ങളും ഈ കാണുന്ന പ്രൗഢിയും പ്രഭാതവും ഇന്ന് കാണുന്ന അധികാരങ്ങളും സ്ഥാനങ്ങളും സമ്പത്തും നിങ്ങൾ സമ്പാദിച്ചത് മുഴുവനും വിട്ട് ഒരു സുപ്രഭാതത്തിൽ പോകേണ്ടി വരും. അത് എപ്പോഴെന്ന് ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് ഒരുങ്ങിക്കൊള്ളാനാ ഞങ്ങൾക്കും പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക, യേശുവിലേക്ക് മടങ്ങി വരിക, അപ്പോസ്തല ഉപദേശത്തിലേക്ക് മടങ്ങി വരിക, അപ്പോസ്തല കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക. ഞങ്ങൾക്ക് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കാനുള്ളത് ഇതാണ്. എന്നിട്ട് വചനം തുടരുകയാണ്. സകല ദീർഘക്ഷമയോടെ ഉപദേശത്തോടും കൂടെ ശാസിക്കുക. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, അമർച്ചയായി പഠിപ്പിക്കുക, ഘനത്തോടെ അവരെ പഠിപ്പിക്കുക, ഘനത്തോടെ കൽപ്പിക്കുക. ഇതാ ഇവിടെ അടുത്തത് പറയുന്നത്. അവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്ന് തിമോഥെയോസിനോട് ആവശ്യപ്പെടുകയാണ്. അവിടെ നീ വചനത്തെ മിഴുങ്ങരുത്, വചനത്തെ വളച്ചൊടിക്കരുത്, അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയരുത് എന്ന് തിമോഥെയോസിന് കൽപ്പന കൊടുക്കുകയാണ് പൗലോസ്. എന്നിട്ട് തുടരുകയാണ്, തർജ്ജനം ചെയ്ത് പ്രബോധിപ്പിക്കുക. പ്രസംഗിക്കുകയല്ല വേണ്ടത്. പ്രസംഗം വേറെ, പ്രബോധനം വേറെ. ഇത് രണ്ടും രണ്ടാ. പ്രസംഗം നമ്മൾക്കിവിടെ നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കള്, നമ്മുടെ MLA-മാര്, MP-മാര് ഇവരൊക്കെ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ ഏതെങ്കിലും ഉപദേശിക്ക് കഴിയുമോ? എത്ര ഭംഗിയായി അവർ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്, എത്ര തന്ത്രപരമായ ജനത്തിന്റെ വോട്ട് അവരുടെ വോട്ടാക്കി മാറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, അവരെ പോലെ പ്രാസംഗിക കഴിവ് ആർക്കാ ഉള്ളത്? അതുകൊണ്ട് പ്രസംഗമല്ല ദൈവത്തിന്റെ അഭിഷിക്തന്മാര് ചെയ്യേണ്ടത്, പ്രബോധനമാണ്. വളരെ വളരെ കൃത്യമായി ഇവിടെ ഈ ഭാഗം മാത്രം വായിച്ചാൽ ഒരു ശുശ്രൂഷകൻ എന്തായിരിക്കണമെന്ന് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ, ഇതാ ഈ കൊടിയ ചെന്നായ്ക്കളുടെ സ്വഭാവം. പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും, അത് വിശ്വാസികൾ ചെയ്യുന്ന ഒരു പണിയാണ്. ഇന്നത്തെ വിശ്വാസികളോട് സത്യവചനം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പറ്റില്ല. അവർക്ക് കർണരസം ആകുമാറ് സിനിമാ കഥകളും കോമഡി ഷോകളും കഥാപ്രസംഗങ്ങളും നടത്തുന്ന രീതിയിലുള്ള കള്ളപ്രവാചകന്മാരെയാണ് ഇഷ്ടമെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ അനേകരെ എനിക്കറിയാം. പക്ഷെ ഈ ഉപദേശമൊക്കെ പഠിച്ച് ഇതൊക്കെ കേട്ട് ഇതൊക്കെ എന്നും പറ്റും? ഇതൊന്നും ആരെ കൊണ്ടും പറ്റില്ല. ഞങ്ങൾക്ക് മിമിക്രി നടത്തുന്നപ്പോൾ ഒരു മിമിക്രിക്കാരനുണ്ട്, ഒരു പാസ്റ്റർ, ഒരു കാതികനുണ്ട്, അടുത്തൊരു പാസ്റ്റർ. ഹല്ലേലൂയ. ഇങ്ങനെ സിനിമാ കഥകളും കഥാപ്രസംഗങ്ങളും
ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ കർണരസമാകുമാറ്, അതിനുവേണ്ടി ഞങ്ങൾ പൈസ എത്ര വേണമെങ്കിലും കൊടുക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് ഞങ്ങൾക്ക് മതിയെന്ന് എന്നോട് കൃത്യമായി പറഞ്ഞ എത്രയോ ആളുകൾ. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടത് കാതികന്മാരെ, കഥാപ്രസംഗക്കാരെയും നാടകക്കാരെയും കുച്ചിപ്പിടി നടത്തുന്നവരെയാണല്ലോ. ഇത് ഏത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഏത് ആത്മാവാണിത്? അപ്പൊ ജനങ്ങൾ തന്നെ ഈ കള്ള ഉപദേഷ്ടാക്കന്മാരെ വർദ്ധിപ്പിക്കുകയാണ്. ദിനംപ്രതി ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഫാക്ടറിയിൽ നിന്ന് കോഴിമുട്ട വിരിഞ്ഞിറങ്ങുന്നത് പോലെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിന് ചില ഫാക്ടറികളും ഉണ്ട്. ഹല്ലേലൂയ. കേരളത്തിലും ഉണ്ട്. ഇപ്പോ നമ്മുടെ അടുത്ത സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്തൊരു സ്റ്റേറ്റിലാണ് ഇതിന്റെ ആസ്ഥാനം. അവിടെ നിന്ന് ഇറങ്ങുന്ന എല്ലാം ഈ കള്ളപ്രവാചകന്മാരാണ്. അവരെ കാത്തിരിക്കുന്ന ജനവും. കാരണം ഒരിക്കലും നടക്കില്ലാത്ത കാര്യം ഇവരുടെ മുഖത്ത് നോക്കി പ്രവചിക്കുന്നവരെ ഇഷ്ടം. സഹോദര സഹോദരി, നിന്റെ കയ്യിലിരിപ്പ് ദൈവത്തിന് യോഗ്യമായതുള്ളതല്ല. നിന്റെ ജീവിതമാർഗം ദൈവത്തിന് യോഗ്യമായി ഉള്ളതല്ല. ഇത് പരിശുദ്ധാത്മാവിന് വിരോധമാണ്, ദൈവകൽപ്പനയ്ക്ക് വിരോധമാണ് എന്ന് മുഖത്ത് നോക്കി പറയുന്നവരെ ഇഷ്ടമല്ല. അവരുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ എന്ത് കൊള്ളരുതായ്മയും അതിനെ നോക്കി നല്ലതെന്നും നിങ്ങൾക്ക് ദൈവം ആരും കാണാത്തതും ഒരു ചെവി കേൾക്കാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നാത്തതുമായ നിത്യനരകം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ് ഇവർക്കിഷ്ടം. ഹല്ലേലൂയ. അവർക്ക് ഉപ്പിനാൽ രുചി വരുത്തിയ വചനം കേൾക്കാനല്ല ഇഷ്ടം, നഞ്ച് കലക്കിയ വെള്ളം കുടിക്കാനാണ് ഇഷ്ടം. അവർക്ക് മിസ്രൈമിൽ ജനതയെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ 20,000-ഓളം യോദ്ധാക്കളെ കൊന്നുകളഞ്ഞ കാടപ്പക്ഷിയെയാണ് ഇഷ്ടം. യേശുവിന്റെ നിത്യജീവന്റെ വചനമല്ല ഇഷ്ടം. ഈ കാടപ്പക്ഷിയെ താപാശ്രയം എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് കാടപ്പക്ഷിയെ വിൽക്കാൻ അനുവാദമില്ല, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കൽപ്പനയില്ല. അപ്പോസ്തലന്മാർക്ക് അങ്ങനെ ഒരു കൽപ്പന യേശു കൊടുത്തിട്ടില്ല. അപ്പോസ്തലന്മാർ അത് ചെയ്തിട്ടുമില്ല. അവർ എന്ത് ഉപദേശിച്ചോ എന്ത് ചെയ്തോ അത് മാത്രമാണ് പുതിയ നിയമസഭ ചെയ്യേണ്ടത്. അപ്പൊ കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിനു ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. ആ കാലമാണിത്. കെട്ടുകഥകൾ കേൾക്കാൻ, കർണരസമാർമാകെ ഉള്ള സംഭവങ്ങൾ കേൾക്കാൻ, ഇതാണ് ജനത്തിന് ഇന്ന് ഇഷ്ടം. ഈ അടുത്ത നാളുകളിൽ എന്നോട് എത്രയോ ആളുകൾ പറഞ്ഞു ഇത്. അവരുടെ ജീവിതത്തിൽ എത്ര അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ദൈവം ചെയ്തിട്ടും അവർ പറയുന്നത് ഇത് കഠിന വാക്കാണ്. ഇങ്ങനെ ഒരല്പം നുണ പറയാതെ, കുറച്ച് മോഷ്ടിക്കാതെ, കുറച്ച് ജനങ്ങളെ പറ്റിക്കാതെ ഒക്കെ ജീവിക്കുക എന്ന് പറയുന്നത്, കുറച്ച് ദ്രവ്യാഗ്രഹമൊക്കെ ഇല്ലാതെ, കുറച്ച് കാമാസക്തിയൊക്കെ ഇല്ലാതെ, ഒരല്പം വ്യഭിചാരമൊക്കെ ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുന്നത് പാസ്റ്ററെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാണ് സത്യത്തിൽ ഇവർ പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം ജീവനുള്ള ദൈവപുത്രന്റെ മുമ്പിൽ, സർവശക്തനായവന്റെ മുമ്പിൽ ന്യായവിധിക്ക് നിൽക്കേണ്ടി വരുന്നൊരു നാളുണ്ടാകും. മറന്നു പോകരുത്. ഇപ്പൊ നിങ്ങളെ നയിക്കുന്നവരൊന്നും അന്ന് കാണില്ല. ഇപ്പൊ നിങ്ങളോട് തോന്നിയ രീതിയിൽ ജീവിച്ചോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവരൊരു പാട്ടുകുർബാന നടത്തും. നിങ്ങളെ ശവപ്പെട്ടിയിൽ വെച്ച് മറ്റുള്ളവർ ചുമന്നു കൊണ്ടുപോകുമ്പോ, ഹല്ലേലൂയ, ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിൻ ജീവിത ചെയ്തികളും കൂടെ പോരുമല്ലോ. ഞങ്ങളാരും നിന്റെ കൂടെ വരില്ല, നിന്റെ ജീവിത ചെയ്തികൾ തന്നെ നിന്റെ കൂടെ പോരുമെന്ന്. ഞങ്ങൾക്ക് ആർക്കും വരാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞത് കേട്ട് തോന്നിവാസമൊക്കെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാ നിന്റെ കൂടെ വരുമെന്ന്. അപ്പൊ ഈ കെട്ടുകഥകളും കർണരസമാർമാക രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുക. മുഖത്ത് നോക്കി നിങ്ങളുടെ തെറ്റിനെ തിരുത്തുകയും
ക്രൂശിന്റെ വചനം പറഞ്ഞു തരികയും അപ്പോസ്തല കൂട്ടായ്മ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നവർക്ക് ചെവി കൊടുക്കുക, ഹൃദയം കൊടുക്കുക, മനസ്സ് കൊടുക്കുക, അതിനുവേണ്ടി ദാഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ഒരുങ്ങുക. സർവശക്തനായ ദൈവം നമ്മളെ അതിനെ പ്രാപ്തരാക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ മെസ്സേജും ഇത് കേൾക്കുന്ന മക്കളെയും ഞങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങ് കണ്ടിട്ടുള്ള ജനത്തെ വിളിച്ച് വേർതിരിക്കണമേ. നാളുകളിൽ അവർ ദൈവത്തിലേക്ക് അടുക്കട്ടെ, യേശുവിലേക്ക് ആകർഷിക്കപ്പെടട്ടെ, അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരട്ടെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം ഏറ്റെടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിലേക്ക് കടന്നു വരുവാൻ അവരെ തടുക്കുന്ന അധർമ്മത്തിന്റെ ശക്തികൾ അവരെ വിട്ടുമാറട്ടെ, പാരമ്പര്യ ശക്തികൾ അവരെ വിട്ടുമാറട്ടെ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം യേശുവെ ഏറ്റെടുത്ത് അപ്പോസ്തല കൂട്ടായ്മയിലേക്ക് ജനം കടന്നു വരട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവെ, അങ്ങനെ ആഗ്രഹിക്കുന്ന ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.